ഹലോ ഗായ്സ്, എല്ലാവർക്കും നവനീത് ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ കഥയുമായാണ് എത്തിയിരിക്കുന്നത്. അമ്മ മനസ്സ്. അമ്മയുടെ മനസ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കുഞ്ഞു കഥയാണ് അമ്മ മനസ്സ്. കഥ അമ്മ മനസ്സ്. നേരം നന്ദി പുലർന്നിരുന്നു. ഗീത എഴുന്നേറ്റു. അഴിഞ്ഞുലഞ്ഞ തലമുടി വാരിക്കെട്ടി മുറിക്കു പുറത്തേക്കിറങ്ങി. ഹരിയേട്ടനും മക്കളും എവിടെ? 2-3 ദിവസമായി അവരെ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. 2 മരണം അടുത്തടുത്ത് നടന്ന വീടല്ലേ. അച്ഛനും അമ്മയും ഒരുമിച്ചു പോയപ്പോൾ ആകെ തളർന്നുപോയി. 2 ദിവസമായി വീട് നിറയെ ആൾക്കാരായിരുന്നു, ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ. ഇന്നിപ്പോ ആരുമില്ല. ഹരിയേട്ടൻ അടുക്കളയിലുണ്ട്. മക്കൾക്കെന്തോ ഉണ്ടാക്കുകയാണ്. മക്കൾ 2 മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ട്. ചേട്ടനും ചേട്ടത്തിയമ്മയുമൊക്കെ ഇന്നലെ തന്നെ പോയി. ഉമ്മറത്ത് അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്കു മുന്നിൽ നിലവിളക്ക് എരിയുന്നുണ്ട്. 2 ഫോട്ടോയാണ്, ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല. ഉമ്മറത്തിണ്ണയിലിരുന്ന് ആ ചിത്രങ്ങളിലേക്ക് നോക്കിയിരുന്നപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ ഗീതയുടെ മനസ്സിലൂടെ ഓടിപ്പോയി. അമ്മ എന്നും തനിക്കൊരു അത്ഭുതമായിരുന്നു. എന്നും അച്ഛന്റെ നിഴലായി മാത്രം ജീവിച്ച സ്ത്രീ. അമ്മ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു. അമ്മുമ്മ അമ്മയെ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ടുതന്നെ അമ്മുമ്മയ്ക്ക് മകളോടത്ര വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. അമ്മ അച്ഛനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. വീട്ടിൽ ചെറിയമ്മയുടെ ഭർത്താവിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു തീരുമാനമായിരുന്നു അത്. അതോടുകൂടി അമ്മയുടെ വീട്ടുകാർ അമ്മയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. അമ്മയെ കൂടെ കൂട്ടിയതോടെ പ്രതാപികളായ അച്ഛൻ വീട്ടുകാരും കൈയൊഴിഞ്ഞു. അതുകൊണ്ടാകാം അച്ഛന് അമ്മയോട് ഒരു നീരസം ഉള്ളിലെവിടെയോ ഉണ്ടായിരുന്നത്. അതോ അത് അമ്മയുടെ വെറും തോന്നലായിരുന്നോ? അച്ഛൻ വളരെ കർശനക്കാരനായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ചേട്ടനുണ്ടായി. 5 വർഷം കഴിഞ്ഞപ്പോൾ താനും. അച്ഛൻ ആദ്യകാലത്തൊക്കെ അമ്മയെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തല്ലുമായിരുന്നു. കറിക്ക് ഉപ്പ് കുറഞ്ഞതിനും ചോറ് വെന്തുപോയതിനുമൊക്കെ. ഒരിക്കലും അമ്മ ഒന്നും പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. അമ്മയുടെ ഇഷ്ടം ഒന്നിനും അച്ഛൻ ചോദിച്ചിട്ടില്ല. മക്കളോടും അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ചേട്ടനും ഞാനും പേടിച്ചൊരു മൂലയ്ക്കിരിക്കുമായിരുന്നു. അച്ഛൻ ഒന്നിനും ഒരു കുറവും വെച്ചിട്ടില്ല. എല്ലാം ആവശ്യത്തിലധികം എത്തിച്ചിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യമില്ലായിരുന്നു. കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല. അതിനൊക്കെ ഞാനും ചേട്ടനും കൊണ്ട് തല്ലിനൊരു കണക്കുമില്ല. അച്ഛന്റെ അമിതമായ നിയന്ത്രണങ്ങൾ കാരണമാകാം ചേട്ടൻ മുതിർന്നു തുടങ്ങിയപ്പോൾ മുതൽ അച്ഛനറിയാതെ സിനിമയ്ക്ക് പോകാനും കൂട്ടുകാരോടൊത്ത് കറങ്ങാനുമൊക്കെ പോയി തുടങ്ങി. അതിന്റെ പേരിലും അമ്മയ്ക്കായിരുന്നു പഴി. അങ്ങനെയിരിക്കെ താൻ 8ൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ ബിസിനസ് ആവശ്യമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാതിരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ഞങ്ങൾ മക്കൾക്കത് സന്തോഷമായിരുന്നു. പക്ഷേ അമ്മ എന്തൊക്കെയോ അപകടം മണത്തിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീ പലഹാരങ്ങളുമായി വീട്ടിലേക്ക് വന്നു. അച്ഛന്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. അന്നാണ് അമ്മ ആദ്യമായി ശബ്ദമുയർത്തി സംസാരിച്ചത്. അതിനൊരുപാട് തല്ലും കിട്ടി അമ്മയ്ക്ക്. അവസാനം ചേട്ടൻ അച്ഛനോടിനി അമ്മയെ തൊട്ടുപോകരുത് എന്നു പറഞ്ഞ് അച്ഛനെ തടഞ്ഞു. അച്ഛൻ ഇറങ്ങിപ്പോയി. അന്നു രാത്രി ഞെട്ടിയുണർന്നപ്പോൾ കണ്ടത് സീലിംഗ് ഫാനിൽ കുടുക്കിയിട്ട് മരിക്കാൻ ശ്രമിക്കുന്ന അമ്മയെയാണ്. ഞങ്ങൾ മക്കളുടെ കരച്ചിൽ കണ്ട് അമ്മ ആ ശ്രമം ഉപേക്ഷിച്ചു. അന്ന് ഇറങ്ങിപ്പോയ അച്ഛൻ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ വന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന്. ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റൽ പോയി. പക്ഷേ അച്ഛന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ കാണാൻ സമ്മതിച്ചില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഒരു സുഹൃത്ത് പറഞ്ഞെറിഞ്ഞു അച്ഛൻ ആരും നോക്കാനില്ലാതെ സർക്കാർ ആശുപത്രിയിലാണെന്ന്. ചേട്ടൻ അമ്മയോട് ഇനി അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞു. അമ്മ പക്ഷേ പോയി. അച്ഛനെ ശുശ്രൂഷിച്ചു. അപ്പോഴേക്കും ദൈവം അച്ഛനുള്ള ശിക്ഷ വിധിച്ചിരുന്നു. ഒരു വശം തളർന്നുപോയി. ഈ സംഭവത്തിനു ശേഷം ചേട്ടൻ അമ്മയോടും അച്ഛനോടും സംസാരിച്ചിട്ടില്ല. അപ്പോഴേക്കും അച്ഛന്റെ ബിസിനസ്സൊക്കെ തകർന്നു തുടങ്ങിയിരുന്നു. അന്നുവരെ പുറംലോകം കാണാത്ത വെറും 10ാം തരം വിദ്യാഭ്യാസം മാത്രമുള്ള അമ്മ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തി. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചു, വിവാഹം നടത്തി. പക്ഷേ എന്ത് ചെയ്യും മുമ്പേയും അച്ഛനോട് അറിയിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. അവസാന കാലത്തെങ്കിലും അച്ഛന് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? അറിയില്ല. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു അച്ഛൻ മരിച്ച ശേഷം മാത്രമേ അമ്മ മരിക്കാവൂ എന്ന്. അച്ഛനെ ആരും നോക്കത്തില്ലെന്ന്. അമ്മയുടെ പ്രാർത്ഥന തന്നെ ഫലിച്ചു. മിനിഞ്ഞാന്ന് രാവിലെ തന്നെ അമ്മ അച്ഛനെ തുടച്ചു വൃത്തിയാക്കി ആഹാരമൊക്കെ കൊടുത്ത് പുതപ്പ് നേരെയിട്ട് കൊടുത്ത് പോലാൻ നേരം അച്ഛൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മയോട് മാപ്പ് ചോദിച്ചതായിരുന്നോ? അപ്പോൾ ഞാനും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. പതിയെ അച്ഛന്റെ കണ്ണുകൾ അടഞ്ഞു. ആ ജീവൻ ദേഹം വിട്ടുപോയി. അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. അച്ഛന്റെ അടക്കമൊക്കെ കഴിഞ്ഞ് അമ്മ വന്നു കിടന്നതാണ്. അടുത്ത ദിവസം രാവിലെ അമ്മയെ വിളിക്കാൻ നോക്കിയപ്പോൾ ആ മെരിഞ്ഞ ദേഹം തണുത്തു തുടങ്ങിയിരുന്നു.
അങ്ങനെ അമ്മയും അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛനെ ഒറ്റയ്ക്കാക്കാതെ കൂടെ പോയി. അമ്മയെപ്പോലെ ആകാൻ തനിക്ക് കഴിയുമോ? അറിയില്ല. അമ്മയെപ്പോലെ അമ്മ മാത്രമേ ഉണ്ടാകൂ. അഭിപ്രായങ്ങൾ ഈ കഥ കേട്ടതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണാൻ ഗൈഡ്സ്. സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.